നോർവേയിലെ ബെർഗൻ നഗരത്തിൽ ഒരു ഫണിക്കുലർ ട്രാമിലേറി ഫ്ലോയൻ എന്ന മലയുടെ മുകളിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ ഞാൻ. പല നാട്ടുകാരായ കുറച്ച് സഞ്ചാരികളുണ്ട് ട്രാമിൽ. 20ഓളം ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന പേടകമാണ്. അതിൻ്റെ ഒരറ്റത്തിരുന്ന് ഞാൻ കാഴ്ചകൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു. ഫ്ലോയി ബാനൻ എന്നാണ് ഈ ഫണിക്കുലർ സർവീസ് അറിയപ്പെടുന്നത്. മലമുകളിലേക്ക് ഉയർന്നു പോകും തോറും താഴെ നഗരം കൂടുതൽ വ്യക്തമായി വരുന്നു. ബെർഗൻ നഗരം ഇത്ര വിശാലമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇന്നലെയും ഇന്ന് രാവിലെയുമെല്ലാം ഞാൻ നടന്നു കണ്ട പട്ടണമാണത്. 399 മീറ്ററാണ് മലയുടെ ഉയരം. താഴ്വാരത്തു നിന്നും മലമുകളിലേക്കുള്ള ഫണിക്കുലർ പാതയുടെ നീളമാകട്ടെ 850 മീറ്ററും. പക്ഷേ വളരെ ഉയരത്തിലേക്കെത്തിയ പ്രതീതിയാണ് ഈ യാത്രയിൽ ഉണ്ടാവുക. താഴെ ഉൾക്കടലും അതിന് തീരത്ത് പടർന്നു കിടക്കുന്ന നഗരവും. ട്രാം മലമുകളിലെ സ്റ്റേഷനിലെത്തിയിരിക്കുന്നു. അടിവാരത്തു നിന്നും ഇവിടം വരെ 7 മിനിറ്റിന്റെ യാത്രയേ ഉള്ളൂ. മുകളിൽ സാമാന്യം വലിയൊരു സ്റ്റേഷനാണ് ഫ്ലോയി ബാനിൻ്റേത്. ഇതാണ് ട്രാമിലെ ജീവനക്കാരി. ട്രാം നിയന്ത്രിക്കുന്നതിനായി വലിയ ജോലിയൊന്നും ഇവർക്ക് ചെയ്യാനില്ല. കാരണം ട്രാക്കിലൂടെ ഉരുക്കുവടത്തിന്റെ സഹായത്താൽ ട്രാം നീങ്ങുകയാണല്ലോ. ക്യാബിന്റെ വാതിൽ തുറന്നു കൊടുക്കുക തുടങ്ങിയ പണികളെ ജീവനക്കാരിക്കുള്ളൂ. വാതിലുകൾ തുറന്നു. സഞ്ചാരികൾ പുറത്തേക്കിറങ്ങുകയാണ്. പല പടവുകളിലേക്കാണ് ഇറങ്ങുന്നത്. താഴ്വാരത്തുള്ളതിനേക്കാൾ തണുപ്പ് അല്പം കൂടുതലാണിവിടെ. കുറച്ച് പടവുകൾ കൂടി കയറി വേണം മുകളിലെത്താൻ. ട്രാം സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ 1-2 കെട്ടിടങ്ങളുണ്ടിവിടെ. അതൊരു റെസ്റ്റോറൻറ്റും മറ്റുമാണ്. വ്യൂ പോയിന്റ് എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. ഗ്രാനൈറ്റ് വിരിച്ച് ഭംഗിയാക്കി വെച്ച മലയുടെ മുകൾത്തട്ട്. വേലിക്കെട്ടിനടുത്തു പോയി നിന്നാൽ താഴെ പരന്നുകിടക്കുന്ന ബെർഗൻ നഗരത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് ലഭിക്കുക. ഇവിടെ ഇങ്ങനെ ഗ്രാനൈറ്റ് പാളികൾ വിരിച്ചിരിക്കുന്നതിന് തന്നെയുണ്ട് ഒരു ചന്തം. പടവുകൾ മാത്രമല്ല, ചിലയിടത്ത് കൽപ്പാളികൾ ചെരിച്ചു പാകിയിരിക്കുന്നു. വീൽചെയറിൽ വരുന്നവർക്ക് വേലിയുടെ അരികിലേക്കെത്താനുള്ള സൗകര്യമാണിത്. വേലിക്കരികിൽ നടന്നെത്തുമ്പോൾ ബെർഗൻ നഗരത്തിന്റെ ഗംഭീരമായൊരു ആകാശക്കാഴ്ചയാണ് ലഭിക്കുന്നത്. 400ഓളം മീറ്റർ ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ ബെർഗൻ നഗരം ഇങ്ങനെയാണ്. ഇപ്പോഴാണ് ശരിക്കും ബെർഗൻ നഗരത്തിന്റെ കിടപ്പ് എനിക്കും പ്രേക്ഷകർക്കും മനസ്സിലാവുന്നത്. നഗരമാപ്പിൽ കണ്ട അതേ ഭൂപ്രകൃതിയും രൂപവും. പ്രധാന ഉൾക്കടലിൽ നിന്നും അകത്തേക്ക് കയറിക്കിടക്കുന്ന ഈ ഭാഗമാണ് ബെർഗൻ ഹാവൻ. നേരത്തെ ഞാൻ നടന്ന ഉൾക്കടൽ തീരമാണത്. വലിയൊരു ഉൾക്കടലിന്റെ അങ്കുലം പോലെ നീണ്ടുകിടക്കുന്ന ചെറിയൊരു ഭാഗമാണതെന്ന് വ്യക്തമാവുന്നത് ഇവിടെ നിൽക്കുമ്പോഴാണ്. ബൈഫ്യോഡൻ എന്നാണ് ബെർഗൻ ഹാവൻ പുറപ്പെടുന്ന ആ വലിയ ഉൾക്കടലിന്റെ പേര്. ബൈഫ്യോഡൻ തന്നെ പല ഉൾക്കടലുകളായി പിരിഞ്ഞാണ് ഒടുവിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ചെന്നുചേരുന്നത്. മലകൾക്കിടയിൽ സുരക്ഷിതമായൊരു പട്ടണമായി ബെർഗൻ വളർന്നു വന്നത് എങ്ങനെയാണെന്ന് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാക്കാനാവും. ഞാൻ ഇന്നലെയും ഇന്ന് രാവിലെയുമെല്ലാം നടന്ന പ്രദേശങ്ങളെ ഇവിടെ നിന്ന് സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിക്കുകയാണ്. താഴെ ഒരു തുറസായ സ്ഥലവും അതിൽ ദീർഘചതുരാകൃതിയിലുള്ള പെട്ടി പോലെ ഒരു കെട്ടിടവും കാണാം. ഇന്നലെ ഞാൻ ആദ്യം സന്ദർശിച്ച ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻ്ററാണത്. അതിനിപ്പുറമുള്ള ഭാഗമാണ് ഫിഷ് മാർക്കറ്റ് ഏരിയ. ബൈഫ്യോഡനിൽ നിന്നും പുഡ്ഡെ ഫ്യോഡൻ എന്ന മറ്റൊരു ഉൾക്കടൽ കെട്ടിടങ്ങൾക്കിടയിലൂടെ നീണ്ടുപോകുന്നു. നഗരത്തിന്റെ 2 ഭാഗങ്ങളെ ബന്ധപ്പെടുത്തി ഉൾക്കടലിന് കുറുകെ വലിയ പാലങ്ങൾ. നഗരത്തിന്റെ പുതിയ ഭാഗങ്ങൾ വികസിച്ചിരിക്കുന്നത് പുഡ്ഡെ ഫ്യോഡന്റെ ഇരുകരകളിലുമായാണ്. അതിലൂടെ ജലവാഹനങ്ങളെല്ലാം നഗരമധ്യം വരെ പോകാറുമുണ്ട്. പുഡ്ഡെ ഫ്യോഡൻ ഒടുവിൽ ഇവിടെ വലിയൊരു ജലാശയമായി രൂപപ്പെടുന്നു. അതിൽ മറീനയും അവിടെ നിരന്നുകിടക്കുന്ന ബോട്ടുകളുമെല്ലാം ഈ കാഴ്ചയിലുണ്ട്. ബെർഗനിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവ് ഇവിടെ നിന്നാൽ കാണാം. ഉൾക്കടൽ തീരത്തു നിന്നും പട്ടണം മലഞ്ചെരിവ് വരെ വ്യാപിക്കുന്നു. ബൈഫ്യോഡൻ എന്ന ഉൾക്കടലാണ് ഇത്. അങ്ങകലെ ചക്രവാളത്തെ തൊട്ടുനിൽക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രം കാണാം.
ബൈഫ്യോഡൻ നീണ്ടുചെന്ന് സാൽഹസ് ഫ്യോഡൻ, ഹെർഡിൽ ഫ്യോഡൻ എന്നീ ഉൾക്കടലുകളുമായും തുടർന്ന് അറ്റ്ലാന്റിക് സമുദ്രവുമായും സന്ധിക്കുന്നു. അറ്റ്ലാന്റിക്കുമായി ഇത്രയും അകലത്തിലാണ് ബെർഗൻ പട്ടണം നിലകൊള്ളുന്നതെന്ന് ഈ കാഴ്ചയിൽ വ്യക്തമായി മനസ്സിലാക്കാം. പല ഉൾക്കടലുകൾ, അവ വേർതിരിക്കുന്ന പല ദ്വീപുകൾ. സമതല പ്രദേശമല്ല, മലനിരകളാണ് എവിടെയും. അതിനിടയിലൂടെയുള്ള ഉൾക്കടലിൽ പായ്ക്കപ്പലിൽ യാത്ര ചെയ്താണ് 1000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ വണിക്കുകൾ ബെർഗനിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇന്നും ഉല്ലാസക്കപ്പലുകളും വാണിജ്യക്കപ്പലുകളും ബെർഗൻ തീരത്തേക്ക് അടുക്കുന്നതും ഈ ഉൾക്കടലുകളിൽ കൂടി തന്നെ. മലഞ്ചെരുവിനോട് ചേർന്നുള്ള ഈ ഭാഗം മാർക്കൻ ഏരിയയാണ്. ലില്ലി ലുൻഗെ ഗോഡ്സ് വാനറ്റ് എന്നു പേരുള്ള തടാകം. അതിൻ്റെ തീരത്തുകൂടിയെല്ലാം ഇന്നലെ ഞാൻ നടന്നതാണ്. അതിനപ്പുറം ഫെസ്റ്റ് പ്ലാസൻ എന്ന ആഘോഷങ്ങളുടെ വേദിയായ സ്ക്വയർ. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയതും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നതുമായ ഇടമാണ് ബെർഗൻ ഹാവൻ എന്ന ഈ ചെറിയ ഉൾക്കടൽ തീരം. ചെറുകപ്പലുകൾ വന്നെടുക്കുന്നതും ഫെറി സർവീസുകൾ ആരംഭിക്കുന്നതുമെല്ലാം അവിടെ നിന്നു തന്നെ. തവിട്ടുനിറ മേൽക്കൂരകൾ നിരന്നു കാണുന്ന ഇവിടമാണ് ബ്രിഗൻ എന്ന ഓൾഡ് ടൗൺ ഏരിയ. ആ മരക്കെട്ടിടങ്ങൾക്കിടയിലൂടെയൊക്കെ ഇന്നലെ ഞാൻ ദീർഘനേരം നടന്നതാണ്. നോർട്ട്നസ് എന്ന നഗരഭാഗമാണ് ഇത്. സൂക്ഷ്മമായി ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണ വൈദഗ്ധ്യവും കൃത്യതയുമെല്ലാം കണ്ടറിയാം. തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് കെട്ടിടങ്ങൾ. അതിൻ്റെ ഈ കാഴ്ചയ്ക്ക് തന്നെയുണ്ട് ഒരു ചന്തം. നിരവധി മ്യൂസിയങ്ങളുണ്ട് ബെർഗൻ നഗരത്തിൽ. യൂണിവേഴ്സിറ്റി, വമ്പൻ ലൈബ്രറികൾ, സാംസ്കാരിക സ്ഥാപനങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ. തലസ്ഥാനമായ ഓസ്ലോയോട് കിടപിടിക്കുന്ന എന്നാൽ അതിനേക്കാൾ ചരിത്രമുള്ള നഗരമാണ് ബെർഗൻ. മെയിൻലാൻഡിലും ഉൾക്കടലിൽ ചിതറിക്കിടക്കുന്ന ഏതാനും ദ്വീപുകളിലുമായി വ്യാപിച്ചു നിൽക്കുന്ന പട്ടണം. നഗരത്തിൽ നിന്ന് പുറത്തേക്കുള്ള പാതകൾ മല തുരന്നുണ്ടാക്കിയ വലിയ ടണലുകളിലൂടെയാണ്. വാഹനങ്ങൾ ഒരു ഗഹ്വരത്തിലേക്ക് അപ്രത്യക്ഷമാകുന്നതും മറ്റൊന്നിലൂടെ പുറത്തിറങ്ങി വരുന്നതും ഇവിടെ നിൽക്കുമ്പോഴുള്ള ഒരു കാഴ്ച. അത്തരത്തിലുള്ള ഹൈവേകളാണ് മലകൾ നിറഞ്ഞ നോർവേയിലെ ഗതാഗതം ഏറ്റവും സുഗമമാക്കുന്നത്. മലകളെ ചുറ്റിവളഞ്ഞു പോവുകയല്ല, മലകൾക്കുള്ളിലൂടെ തന്നെ റോഡുകൾ കടന്നു പോകുന്നു. നഗരത്തിനകത്തും നേർരേഖ പോലെയുള്ള പാതകൾ. 19-ാം നൂറ്റാണ്ടിലും ഇതേ വിധമായിരുന്നു ഇവിടുത്തെ വഴികളെല്ലാം. 2-ാം ലോകമഹായുദ്ധാനന്തരമാണ് വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ ബെർഗനിൽ ഉയർന്നു തുടങ്ങിയത്. ഇവിടെ ഏതാനും കപ്പലുകൾ കിടക്കുന്നത് കാണാം. ഇവിടെ ഇക്കാണുന്നത് ബെർഗൻ ഹൂസ് കാസിലാണ്. എത്ര തന്ത്രപ്രധാനമായ സ്ഥലത്താണ് കാസിൽ പണിതിരിക്കുന്നതെന്ന് ഈ ആകാശക്കാഴ്ചയിലാണ് വ്യക്തമാവുന്നത്. വാർഫിൽ ചെറുതും വലുതുമായ കപ്പലുകൾ കിടപ്പുണ്ട്. കടലിൽ എണ്ണഖനനത്തിന് പോകുന്ന കപ്പലുകൾ വരെ അതിൽ ഉൾപ്പെടുന്നു. ഫെറി ടെർമിനൽ മറ്റൊരു ഭാഗത്താണ്. തടാക തീരത്ത് പഴയ മട്ടിലുള്ള മേൽക്കൂരകൾ തിങ്ങിനിറഞ്ഞു കാണുന്ന ഈ ഭാഗമാണ് മാർക്കൻ ഏരിയ. ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടലുള്ളതും ഈ ഭാഗത്തു തന്നെ. തൊട്ടപ്പുറം ഫിഷ് മാർക്കറ്റ് ഏരിയ. ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ഉൾപ്പെടെ നിലകൊള്ളുന്ന ആ വാട്ടർ ഫ്രണ്ട് ഏരിയയിലൂടെയാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ കാഴ്ചകൾ വിശദമായി കണ്ടുകൊണ്ട് ചുറ്റി നടന്നത്. ഉൾക്കടൽ തീരത്തു നിന്നും അകന്ന് മലഞ്ചെരുവിലാണ് വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ. മലയുടെ അപ്പുറം ഫ്യോഡുകളും ചെറുദ്വീപുകളുമെല്ലാം കാണാം. ഇതാണ് നോർവേ എന്ന രാജ്യത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി. വ്യൂ പോയിന്റിൽ നിന്നും ഫ്ലോയൻ മലയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. ശാന്തവും സുന്ദരവുമായ പ്രകൃതി, നല്ല തണുപ്പ്. എഴുത്തുകാർക്കും ചിത്രകാരന്മാർക്കും ചിന്തകന്മാർക്കുമെല്ലാം പുതിയ ആശയങ്ങൾ ആർജിക്കാൻ ഈ മലമുകളിലെ വാസം ഉപകരിക്കും. ഫണിക്കുലർ സ്റ്റേഷനും അതിനോട് ചേർന്നുള്ള സുവനീർ ഷോപ്പുമാണ് അത്. മനോഹരമായൊരു കെട്ടിടം. പുൽമേടിനപ്പുറം ചില്ലുകൊട്ടാരം പോലുള്ള ഈ കെട്ടിടം ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ്.
ഫ്ലോയൻ ഫോക്ക് റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. പക്ഷികളും ഉദ്യാനവും പുൽത്തകിടിയുമെല്ലാം ചേർന്ന് ആകർഷകമായ ഒരു ആംബിയൻസാണ് ഇവിടെയുള്ളത്. താഴെ വലിയൊരു പട്ടണമുണ്ടെങ്കിലും അവിടുത്തെ തിരക്കൊന്നും ഈ മലമുകളിലൂടെ നടക്കുമ്പോൾ അറിയുന്നില്ല. ഫ്ലോയി ബാനൻ ഫണിക്കുലർ സ്റ്റേഷനിലെ സുവനീർ ഷോപ്പാണിത്. ചിത്രങ്ങളും വസ്ത്രങ്ങളുമെല്ലാം വിൽപ്പനയ്ക്കായി നിരത്തി വച്ചിരിക്കുന്നു. അതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ലാത്തതിനാൽ ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് നടക്കുകയാണ്. നാട്ടുകാരും വാരാന്ത്യങ്ങൾ ചെലവഴിക്കാനെത്തുന്ന ഒരിടമാണ് ഫ്ലോയൻ മൗണ്ടൻ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇവിടെ ഒരു കിഡ്സ് പാർക്കുണ്ട്. ഫോട്ടോ എടുക്കാനും മറ്റും മുതിർന്നവരാണ് എത്തുന്നതെന്നത് വേറൊരു കാര്യം. നീളൻ ബെഞ്ചിൽ ഇങ്ങനെ ചിലരും നിരന്നിരിപ്പുണ്ട്. ബെർഗൻ പട്ടണത്തിലെ സ്കൂളുകളിൽ നിന്നും കുട്ടികളുമായി അധ്യാപകരും ഇവിടേക്ക് വരുന്നു. പ്രൈമറി ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഔട്ടിംഗ് ഏരിയയാണ് ഇവിടം. പ്രത്യേക നിറത്തിലുള്ള ജാക്കറ്റ് അണിയിച്ചാണ് കുട്ടികളെ കളിസ്ഥലത്ത് ഇറക്കിവിട്ടിരിക്കുന്നത്. കൂട്ടം തെറ്റി പോകാതിരിക്കാനാണ്. കുഞ്ഞുങ്ങൾക്കായി സർവ്വസജ്ജമായ ഒരു കളിസ്ഥലം. പക്ഷേ ഇത് കാണാനല്ല ഞാൻ നടക്കുന്നത്. മലമുകളിൽ ഒരു വനപ്രദേശമുണ്ട്. അതിലെ വഴികളിലൂടെ കുറേ ദൂരം നടക്കാം. ബെർഗൻ നിവാസികൾ ട്രെക്കിങ്ങിനും മൗണ്ടൻ ബൈക്കിങ്ങിനും എത്തുന്ന വനമാണ്. ശരിക്കും ഒരു നോർവീജിയൻ വനപ്രദേശം. ഓസ്ലോയിൽ നിന്നും ബെർഗനിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ ഞാൻ നോർവേയുടെ ധാരാളം വനങ്ങൾ അകലെ കണ്ടിരുന്നു. അത്തരമൊരു വനം അടുത്ത് കാണാനാണ് ഈ നടത്തം. നോർവേയുടെ മണ്ണിനെയും മരങ്ങളെയും ചതുപ്പിനെയും അടുത്തറിഞ്ഞുകൊണ്ട് മലമുകളിലെ വനത്തിലൂടെ കുറേ നേരം ഞാൻ നടന്നു. ചവിട്ടുമ്പോൾ പാദം താഴ്ന്നു പോകുന്നത് പോലെ സ്പോഞ്ച് കണക്കെയാണ് ഇവിടം. മരക്കമ്പുകളും ഇലകളുമെല്ലാം വീണ് ദ്രവിച്ചു കിടക്കുകയാണ്. ചതുപ്പിൽ ജലം സംഭരിക്കപ്പെടുന്നുമുണ്ട്. ധാരാളം പൈൻമരങ്ങൾ. ഇത്തരം വനങ്ങൾ തന്നെയാണ് ബെർഗനിലേക്കുള്ള യാത്രയിൽ ട്രെയിനിലിരുന്ന് ഞാൻ കണ്ടത്. മരങ്ങളിൽ ചില മാസ്കുകൾ കെട്ടിവെച്ചിരിക്കുന്നു. അതും തടിയിൽ കൊത്തിവെച്ചതാണ്. ആളുകൾക്ക് വ്യായാമം ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഇത്. ഒന്നും ലോഹങ്ങളിൽ നിർമ്മിച്ചവയല്ല. പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങും വിധമാണ് ഇവിടുത്തെ സജ്ജീകരണങ്ങളെല്ലാം. ഫ്ലോയൻ മലമുകളിലൂടെ കാൽനട യാത്രക്കാർക്ക് വേണ്ടി ഇങ്ങനെ ദൈർഘ്യമേറിയ ട്രെയിലുകളുണ്ട്. ശുദ്ധവായുവും ശ്വസിച്ച് എത്ര ദൂരം വേണമെങ്കിലും നടക്കാം. നല്ല തണുപ്പ്, കിളികളുടെ കളകൂജനം. ഈ വനത്തിലൂടെയുള്ള നടത്തം എത്ര ആസ്വാദ്യകരമാണ് എനിക്കെന്നത് വിവരണാതീതമാണ്. എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ടൂറിസ്റ്റുകളുടെ തിരക്കുമെല്ലാമുള്ള ഒരു നഗരത്തിൻ്റെ കേന്ദ്രഭാഗത്തു നിന്നും 1 കിലോമീറ്ററിൻ്റെ അകലമേ ഉള്ളൂ ഇവിടേക്കെന്നോർക്കണം. വനത്തിൽ ഇങ്ങനെ ചില മനുഷ്യനിർമ്മിതമായ കൗതുക കാഴ്ചകളുമുണ്ട്. മരം കൊണ്ടുള്ള ശില്പങ്ങളുടെ ഒരു ഉദ്യാനമാണിത്. അതിഗംഭീരമായ സൃഷ്ടികൾ. പല പല ശില്പങ്ങൾ അങ്ങിങ്ങായി വനത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്നു. ഓരോന്നും വ്യക്തിത്വമുള്ള ശില്പങ്ങൾ തന്നെ. അലക്ഷ്യമെന്ന് തോന്നുന്ന ഉളിക്കൊത്തുകൾ കൊണ്ട് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. ഓരോ ശില്പത്തിൽ നിന്നും ഒരു കഥ തന്നെ വായിച്ചെടുക്കാം. കലാരംഗത്ത് പുതിയ കാലത്തുണ്ടായ മാറ്റങ്ങളാണ് ഇവിടെ കാണാനാവുന്നത്. കുടവുമായി നിൽക്കുന്ന സ്ത്രീ, ചൂണ്ടയിട്ടിരിക്കുന്ന ഒരു പാളത്തൊപ്പിക്കാരൻ തുടങ്ങിയ ക്ലീഷേ ശില്പങ്ങളാണല്ലോ ഇന്നും കേരളീയ ഉദ്യാനങ്ങളെ അലങ്കരിക്കുന്നത്. എന്നാൽ ഉദ്യാനശില്പങ്ങളുടെ കാലം മാറിയിരിക്കുന്നു എന്ന് ഇവിടെ നിന്നും കണ്ടറിയാം. ചിന്തോദീപകങ്ങളായ ദാരുശില്പങ്ങളാണ് ഇവിടെ കാണുന്നത്. പരമ്പരാഗത ശൈലിയെ തകർക്കുന്ന ശില്പങ്ങൾ. പ്രിമിറ്റീവിസ്റ്റ് വുഡൻ സ്കൾപ്ചേഴ്സ് എന്നാണ് ഇവയുടെ വിശേഷണം. ഗോത്ര പാരമ്പര്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ഇത്തരം ശില്പങ്ങളെല്ലാം. എന്നാൽ ഇങ്ങനെയുള്ള യഥാതഥമായ ശില്പശൈലി നമ്മുടെ നാട്ടിൽ അധികം ആസ്വദിക്കപ്പെടുന്നില്ലെന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല,
ഈ വിധം വ്യത്യസ്തമായ ശൈലികൾ പരീക്ഷിക്കുന്നവരെ പരിഹസിക്കാനും ആളുകൾ ധാരാളം. പൈങ്കിളിത്തം തെല്ലുമില്ലാത്ത ശില്പങ്ങളാണ് ഇവയോരോന്നും. മിനുസപ്പെടുത്തി ദാരുശില്പത്തെ മെഴുകു പ്രതിമ പോലെയാക്കിയിട്ടില്ല. പ്രകൃതി തന്നെയാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. പല ശില്പങ്ങൾക്കും പക്ഷിയും മനുഷ്യനും ഒന്നുചേരുന്ന രൂപമാണ്. കുറേ നേരം ശില്പഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ നിന്നു. ശില്പകലയെ സംബന്ധിച്ചുള്ള നമ്മുടെ ചിന്താഗതികളെയെല്ലാം തകർക്കുന്നതാണ് ഈ ശില്പോദ്യാനത്തിലെ കാഴ്ചകൾ. ഇതിലൂടെ നടന്നും സൈക്കിളിലും എത്ര ദൂരം വേണമെങ്കിലും പോകാം. ഭക്ഷണം കഴിക്കാനും മഴ വന്നാൽ കയറിയിരിക്കാനുമെല്ലാം ചെറു ഷെഡുകൾ. മരച്ചുവട്ടിലുമുണ്ട് തടിമേശയും ബെഞ്ചുകളും. നടത്തം തുടരുമ്പോൾ പലയിടത്തും കാണാം ശില്പങ്ങൾ. പുൽമേട്ടിലും മരക്കുറ്റികളിലുമെല്ലാം അങ്ങിങ്ങായി ശില്പങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ ഒരു കലാബോധം അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. വിശാലമാണ് മലയുടെ മുകൾ പരപ്പ്. വനത്തിലൂടെ പല വഴികളുണ്ടെന്ന് സൂചനാ ബോർഡ്. ഇവിടെ ഇങ്ങനെ മലഞ്ചെരുവിലൂടെ ചരൽ വിരിച്ച ഒരു പാതയുണ്ട്. ഈ വഴിയിലൂടെ 45 മിനിറ്റ് നടന്നാൽ താഴെ പട്ടണത്തിലേക്കെത്താം. ഫണിക്കുലർ ട്രാമിൽ പോകേണ്ടതില്ലെങ്കിൽ ഈ വഴി തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. ആദ്യകാലത്ത് ഫണിക്കുലർ ട്രാമിൻ്റെ ഉരുക്കുവടം നീങ്ങിയിരുന്ന വലിയ പൽചക്രം ഒരു മ്യൂസിയം പീസ് പോലെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ടൂറിസ്റ്റുകൾ ഇവിടെയെല്ലാമുണ്ട്. താഴെ നഗരത്തിൻ്റെ ഒരു ഭാഗം മലകൾക്കിടയിൽ ഒരു തളികയിലെന്നോണം കാണുന്നു. ഞാൻ വീണ്ടും കുറേ ദൂരം ആ വഴിയിലൂടെ നടന്നു. മലയുടെ പല ഭാഗങ്ങളിലേക്ക് പാതകൾ നീണ്ടുപോകുന്നു. മലഞ്ചെരുവിൽ ഇവിടെയുമുണ്ട് ഒരു ഫോട്ടോ പോയിന്റ്. നഗരത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു മലയെ വലിയൊരു ടൂറിസം കേന്ദ്രമാക്കിയിരിക്കുന്നു എന്നതാണ് ഫ്ലോയൻ മൗണ്ടന്റെ സവിശേഷത. താഴെ ബെർഗൻ നഗരം, ഒരു ജലാശയം. ബൈഫ്യോഡനിൽ നിന്നും നീണ്ടുകിടക്കുന്ന പുഡേഫ്യോഡന്റെ അവസാന ഭാഗമാണത്. ഫ്ലോയൻ ഏരിയ എന്നാണ് മലഞ്ചെരുവിലെ നഗരഭാഗം അറിയപ്പെടുന്നത്. ഇവിടെ 2 പെൺകുട്ടികളുണ്ട്. നഗരത്തെ പശ്ചാത്തലമാക്കിയുള്ള ഫോട്ടോഷൂട്ടിലാണവർ. മലയുടെ വക്കിലെ പാറയിൽ ധ്യാനിച്ചെന്നോണം ഇരിക്കുന്നു ഒരാൾ. അവളെയും നഗരത്തെയും ഒരുമിച്ച് ക്യാമറയിലാക്കുകയാണ് കൂട്ടുകാരി. ഒരു ജലഛായ ചിത്രം പോലെ നഗരം. അത് പകർത്തിയെടുക്കുന്നത് സഞ്ചാരികളുടെ ആവേശമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ചിട്ടയാർന്നതും മനോഹരവുമായ കാഴ്ചകളുണ്ട് താഴെ. പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ. മലയുടെ മുകളിലെ വഴികളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി ഫണിക്കുലർ സ്റ്റേഷനു സമീപത്തെ വ്യൂ പോയിന്റിലേക്ക് തിരികെ നടക്കുകയാണ് ഞാൻ. മലയിൽ അങ്ങിങ്ങ് ചെറിയ മരവീടുകൾ. പണ്ട് നോർവേ ഗ്രാമങ്ങളിലെ വീടുകളെല്ലാം ഇങ്ങനെയുള്ളതായിരുന്നു. വീണ്ടും ഫണിക്കുലർ സ്റ്റേഷന്റെ സമീപത്തേക്ക്. വലിയൊരു സുവനീർ ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട് സ്റ്റേഷൻ കെട്ടിടത്തിൽ. ഞാൻ ഈ മലമുകളിലേക്ക് എത്തിയതിനു ശേഷം ഇതിനകം 2 or 3 തവണ ട്രാം ആളുകളുമായി ഇവിടേക്ക് വന്നിരിക്കും. മലയുടെ നെറുകയിൽ ഫ്ലോയൻ ഫോക്ക് റെസ്റ്റോറൻറ്റ്. വിവിധ ബാങ്കറ്റ് ഹാളുകളുണ്ട് അതിൽ. വീണ്ടും മലമുകളിലെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. വ്യൂ പോയിന്റിൽ നിന്നുള്ള ഇത്തരം കാഴ്ച എനിക്ക് എത്ര നേരം കണ്ടാലും മതിവരാറില്ല. മാപ്പ് നോക്കി യാത്ര ശീലമാക്കിയ ഒരാൾക്ക് മാപ്പിൽ കണ്ട അതേ പ്രദേശങ്ങൾ ഇങ്ങനെ ഉയരത്തിൽ നിന്ന് കാണുന്നതിൻ്റെ ആവേശമാണത്. നഗരത്തിൽ നേരിൽ കണ്ട പ്രധാന മന്ദിരങ്ങൾ, സ്ക്വയറുകൾ, ജലാശയങ്ങൾ, നടന്നു തീർത്ത വഴികൾ എന്നിവയെല്ലാം വലിയൊരു മാപ്പിലെന്നോണം ഇവിടെ നിന്ന് വ്യക്തമായി കണ്ടു മനസ്സിലാക്കാം. ഇന്നലെ ഉൾത്തെരുവുകളിലൂടെയെല്ലാം ക്യാമറയുമായി നടന്നപ്പോൾ ബെർഗൻ പട്ടണത്തിൻ്റെ കിടപ്പ് ഇങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലായിരുന്നില്ല. ബെർഗന്റെ ഭൂമിശാസ്ത്രപരമായ ഈ കിടപ്പാണ് വണിക്കുകളുടെ താവളമായും കടൽ കൊള്ളക്കാരുടെ ലക്ഷ്യസ്ഥാനമായും ആ പട്ടണം മാറാൻ കാരണം. പല നാടുകളിൽ നിന്നുള്ള വാണിജ്യ കപ്പലുകൾ 11ാം നൂറ്റാണ്ട് മുതൽ തന്നെ ബെർഗനിൽ അടുത്തിരുന്നു. ജർമ്മൻകാരും ഇംഗ്ലീഷുകാരുമായിരുന്നു പ്രമുഖർ. കിടമത്സരത്തിൽ ഇംഗ്ലീഷുകാർ തോൽക്കുകയും ജർമ്മൻ കച്ചവടക്കാർ ബെർഗൻ നഗരത്തെ അവരുടെ പ്രധാന താവളമാക്കുകയും ചെയ്തു.
17-ാം നൂറ്റാണ്ട് വരെയുള്ള 350 വർഷങ്ങളിൽ അവർ ബെർഗന്റെ വാണിജ്യത്തിൽ മാത്രമല്ല മത സാംസ്കാരിക രംഗങ്ങളിലും പ്രധാന സാന്നിധ്യമായിരുന്നു. ഇന്ന് നോർവേയിലെ തന്നെ പ്രധാനപ്പെട്ടൊരു കലാ-സാംസ്കാരിക കേന്ദ്രമാണ് ബെർഗൻ. ബെർഗൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ, ബെർഗൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, ബെർഗൻ കാർണിവൽ എന്നിവയെല്ലാം ലോക പ്രശസ്തമാണ്. നഗരത്തെ അതിരിട്ടു നിൽക്കുന്ന ഫ്യോർഡുകൾ, ബെർഗന്റെ ജീവനാഡിയായ ഉൾക്കടലുകൾ, അതിനെല്ലാമപ്പുറം അറ്റ്ലാന്റിക് സമുദ്രം. ആ കാഴ്ചകൾ കണ്ട് കടലിൽ നിന്നും നഗരത്തെ തഴുകിയെത്തുന്ന കാറ്റേറ്റ് പ്ലോയൻ മലയുടെ മുകളിൽ ഞാൻ നിൽക്കുകയാണ്.